കുട്ടികൾക്കും യുവാക്കൾക്കും ഇടയിലെ ലഹരി വ്യാപനം തടയാൻ സമഗ്ര കർമ്മ പദ്ധതിക്ക് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനം സാധ്യമാക്കാൻ മിഷൻ മാതൃകയിൽ പ്രവർത്തിക്കാനാണ് തീരുമാനം. മുഖ്യമന്ത്രി ചെയർപേഴ്സണും അതുപോലെ മന്ത്രിമാർ അംഗങ്ങളുമായിട്ടുള്ള ഒരു സംസ്ഥാനതല സമിതി ഉണ്ടാകും. സംയോജിത കർമ്മ പദ്ധതി റിപ്പോർട്ട് 24 പുറത്തുവിടുന്നു. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. 3 പ്രധാന ലക്ഷ്യങ്ങളാണ് മിഷൻ മാതൃകയിലുള്ള സംയോജിത കർമ്മ പദ്ധതിയിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. 1. യുവാക്കളുടെയും കുട്ടികളുടെയും കൗമാരക്കാരുടെയും എല്ലാം മാനസികാരോഗ്യനില മെച്ചപ്പെടുത്തുക. 2. അക്രമങ്ങൾക്കും ലഹരിക്കുമെതിരെ പ്രതിരോധം തീർക്കുക. 3. സുരക്ഷിതവും ആരോഗ്യകരവുമായ ഒരു സാമൂഹ്യ അന്തരീക്ഷം സൃഷ്ടിക്കുക. ഇവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ. നിലവിൽ സംസ്ഥാനത്തെ വിവിധ വകുപ്പുകൾ, അതായത് പോലീസ്, എക്സൈസ്, ആരോഗ്യവകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പ് തുടങ്ങിയവയെല്ലാം ലഹരിക്കെതിരെയുള്ള വിവിധ കർമ്മ പദ്ധതികളും ബോധവൽക്കരണ പരിപാടികളും എല്ലാം നടത്തുന്നുണ്ട്. പക്ഷേ ഇവയ്ക്കൊന്നും സംസ്ഥാന തലത്തിൽ ഒരു ഏകോപനമില്ല. എന്നാൽ പുതിയ മിഷൻ പദ്ധതി വരുന്നതോടുകൂടി സംസ്ഥാന തലത്തിൽ ഒരു ഏകോപനം നടപ്പിലാക്കാൻ കഴിയുമെന്നാണ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ വിവിധ പദ്ധതികളായ ജീവനി, വിമുക്തി, ഒപ്പം സ്റ്റുഡൻറ് ഹെൽത്ത്, പാരന്റിംഗ് ക്ലിനിക്ക് തുടങ്ങിയ പദ്ധതികൾക്കെല്ലാം ഒരു ഏകീകൃത സ്വഭാവം വരികയും അത് സംസ്ഥാന തലം മുതൽ ജില്ലാ തലം, തദ്ദേശ സ്ഥാപന തലത്തിൽ വരെ വിവിധ കമ്മിറ്റികളിലൂടെ ഈ പരിപാടികൾ കടന്നു പോവുകയും ചെയ്യും. മുഖ്യമന്ത്രിയാണ് സംസ്ഥാനതല സമിതിയുടെ ചെയർപേഴ്സൺ. ഒപ്പം വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എന്നിവർ വൈസ് ചെയർപേഴ്സൺമാരാകും. മറ്റ് ബന്ധപ്പെട്ട വകുപ്പുകളുടെ മന്ത്രിമാർ അംഗങ്ങളാകുന്നുണ്ട്. കൺവീനർ ചീഫ് സെക്രട്ടറിയാണ്. എല്ലാ 3 മാസം കൂടുമ്പോഴും ഈ യോഗം ചേർന്ന് സംസ്ഥാനതല സമിതി പ്രവർത്തനങ്ങൾ വിലയിരുത്തണം. ഒപ്പം നയം തീരുമാനിക്കേണ്ടതും മറ്റ് സമിതികളുടെ ഈ പ്രവർത്തനം തീരുമാനിക്കേണ്ടതുമെല്ലാം ഈ സംസ്ഥാനതല സമിതിയാണ്. സംസ്ഥാന തലത്തിൽ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ മറ്റൊരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടി ഉണ്ടാകും. ചീഫ് സെക്രട്ടറിക്ക് പുറമെ മറ്റ് ബന്ധപ്പെട്ട വകുപ്പുകളുടെ സെക്രട്ടറിമാരും ഇതിൽ അംഗങ്ങളായിരിക്കും. ജില്ലാ തലത്തിലും ഒപ്പം തദ്ദേശ സ്ഥാപന തലത്തിലും ടാസ്ക് ഫോഴ്സുകളാണ്. ജില്ലാ തലത്തിലെ ടാസ്ക് ഫോഴ്സിൻ്റെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കും അധ്യക്ഷൻ. ഒപ്പം തദ്ദേശ സ്ഥാപന തലത്തിൽ തദ്ദേശ സ്ഥാപനത്തിൻ്റെ പ്രസിഡന്റായിരിക്കും അതിൻ്റെ അധ്യക്ഷൻ. എല്ലാ മാസവും ഇവയുടെ യോഗം ചേർന്ന് പ്രവർത്തനങ്ങൾ വിലയിരുത്തണം. റിപ്പോർട്ട് വനിതാ ശിശുവികസന വകുപ്പ് ഡയറക്ടർ സർക്കാരിന് കൈമാറണം. ഈ കർമ്മ പദ്ധതിയിലെ മിഷൻ രൂപീകരണം കൂടി പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഒരു മിഷൻ ഡയറക്ടർ കൂടി ഇക്കൂട്ടത്തിൽ വരും. നിലവിൽ സംസ്ഥാനത്ത് നിരവധി മിഷനുകൾ, ഹരിത കേരള മിഷനാകട്ടെ, ലൈഫ് മിഷനാകട്ടെ, ആർദ്രം മിഷനാകട്ടെ, നിരവധി മിഷനുകൾ വിജയിച്ച മാതൃക സംസ്ഥാനത്തിനുണ്ട്. സ്വാഭാവികമായി ഈ ലഹരിക്കെതിരെയുള്ള ഈ മിഷൻ കൂടി വിജയിച്ചു കഴിഞ്ഞാൽ 2ാം പിണറായി സർക്കാരിൻ്റെ ഒരു ചരിത്ര ദൗത്യമായി അത് മാറും. SKN40യിലൂടെ 24 ഒപ്പമുണ്ടാകും. ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. എന്തായാലും വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നത് സർക്കാരിൻ്റെ ഇടപെടൽ ഈ രംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ബോധവൽക്കരണം വ്യാപകമായി അടുത്ത മാസം മുതൽ നമ്മൾ ഏറ്റെടുക്കുന്നു. അതുപോലെ രമേശ് ചെന്നിത്തലയും നയിക്കുന്ന ഈ നോ ടു ഡ്രഗ് പരിപാടി കേരളത്തിലുടനീളം നടക്കുകയാണ്. ആ പദ്ധതിയിലും ഒരുപാട് ആളുകൾ രമേശ് ചെന്നിത്തലയെ അനുഗമിക്കുന്നുണ്ട്. നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം, സംഘടനകൾക്കും അപ്പുറം കേരളത്തെ ഈ ലഹരി മുക്തമാക്കുക എന്ന ആത്യന്തിക ലക്ഷ്യം നമുക്ക് വേണം. രാസലഹരി പോലെയുള്ള കാര്യങ്ങൾ കേരളത്തിൽ പ്രചരിക്കാൻ പാടില്ല. നമ്മുടെ സംസ്ഥാനത്ത് 1400 ഹോട്ട്സ്പോട്ടുകൾ സ്കൂളുകളായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ ഇതൊരു ചെറിയ പ്രശ്നമല്ല, ഒരു വലിയ പ്രശ്നമാണ്. നമ്മൾ കാണുന്നതിനേക്കാളും അപകടകരമായിട്ട് കേരളം ഇതിൽ മാറിയിട്ടുണ്ട്. അത് കേരളത്തെ നമുക്ക് തിരിച്ചു പിടിക്കണം. നമ്മൾ ഒന്നിച്ച് മുന്നോട്ട് പോകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.